നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉപനേതൃസ്ഥാനം എന്ന വലിയ ഒരു വെല്ലുവിളി ഇപ്പോൾ CPIക്കും CPMനും മുന്നിൽ നിൽക്കുകയാണ്. ഇരു കൂട്ടരും തമ്മിൽ കൊമ്പ് കോർക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസം CPI മുഖപത്രമടക്കം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. അതായത് ഈ വിഷയത്തിൽ നടത്തിയത് ഒരു അഹംഭാവമാണെന്ന രീതിയിലുള്ള ഒരു പരാമർശമൊക്കെ വന്നിരുന്നു. അത്തരത്തിൽ ഇരു കൂട്ടരും തമ്മിൽ കൊമ്പ് കോർക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇപ്പോൾ ഇതാ പാർട്ടിയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് എഴുത്തുകാരൻ M. മുകുന്ദൻ. കയ്യിൽ കുമിഞ്ഞുകൂടിയ സമ്പത്തും അധികാരവും കാരണം നാടിനെ മറന്നതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ദയനീയമായി തോറ്റതെന്ന് എഴുത്തുകാരൻ M. മുകുന്ദന്റെ വിമർശനം. കോൺഗ്രസ് മുഖപത്രം വീക്ഷണത്തിന്റെ ഓണപ്പതിപ്പ് ലേഖനത്തിലാണ് ഇടതുപക്ഷ സഹയാത്രികനായ M. മുകുന്ദൻ ഇത്തരത്തിൽ വിമർശനം നടത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് നേരെയും കടുത്ത വിമർശനം. CPMൽ വിഭാഗീയത രൂക്ഷമായ കാലത്ത് പോലും പിണറായി വിജയനെ പിന്തുണച്ച M. മുകുന്ദൻ ഇപ്പോൾ ഇതാ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനം. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ തോറ്റതുമായാണ് ഫുട്ബോൾ മൈതാനത്ത് വീണ കണ്ണീർ എന്ന ലേഖനത്തിൽ മുകുന്ദൻ CPMന്റെ തോൽവിയെ തുലനം ചെയ്യുന്നത്. ബ്രസീൽ കളിക്കാർ കളിച്ചത് കാണികൾക്ക് വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ അല്ല. ബ്രസീലിനെയും അർജന്റീനയിലെയും കളിക്കാർ അതിസമ്പന്നരാണ്. 1000 കോടിക്ക് മുകളിലാണ് ഓരോരുത്തരുടെയും സമ്പത്ത്. ഇതുപോലുള്ള ഒരാൾ എന്തിന് കളിക്കളത്തിൽ ഇറങ്ങി വിയർത്ത് കളിക്കണം? മത്സരം ജയിക്കണമെങ്കിൽ ഉള്ളിൽ തീ ഉണ്ടാകണം. ബ്രസീലിലെയും അർജന്റീനയിലെയും താരങ്ങളെ ഉള്ളിൽ നിന്നത് കെട്ടുപോയിരിക്കുന്നു. അവർക്കിനി ഒന്നും നേടാനില്ല. CPM ദയനീയമായി തോറ്റതിന്റെ പിന്നിലെ രസതന്ത്രവും ഇത് തന്നെയാവാം. അവരുടെ തിരഞ്ഞെടുപ്പ് റാലികളിൽ ജനങ്ങൾ സ്വയം ഒഴുകി കൊണ്ടുവന്നതായിരുന്നു. അതുകൊണ്ടാണ് അവർ LDFന് വോട്ട് ചെയ്യാതിരുന്നത്. ബ്രസീൽ താരങ്ങൾ കാണികളെ മറന്നതുപോലെ CPM ജനത്തെ മറന്നുവെന്നും ഇടതുപക്ഷം ഇല്ലാതാവരുത്, അത് സംഭവിച്ചാൽ ആ സ്ഥാനത്ത് BJP വരുമെന്ന് ഒരിക്കൽ VD സതീശൻ പറഞ്ഞിരുന്നു. ആ വാക്കുകൾ കൂടി ഓർമ്മിപ്പിച്ചാണ് മുകുന്ദൻ സംസാരിക്കുന്നത്. കോൺഗ്രസ് ഇല്ലാതെയാവരുത്, അത് സംഭവിച്ചാൽ ആ സ്ഥാനത്ത് BJP വരുമെന്ന് പിണറായി എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. അതിരൂക്ഷ വിമർശനമാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എഴുത്തുകാരൻ മുകുന്ദൻ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ജനയുഗം പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചത്. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മുന്നണി മര്യാദകളുടെ തികഞ്ഞ ലംഘനവും മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ പക്വതയില്ലായ്മയുമായി മാത്രമേ കാണാൻ കഴിയൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. താൻ തീരുമാനിക്കും, എല്ലാം താനാണെന്ന ഭാവം മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന് സഹായകരമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് യോജിച്ചതുമല്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ തുടർന്ന് LDFൽ കൂട്ടായ പ്രവർത്തനത്തിന് CPI മുന്നോട്ട് വെച്ചതാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം. ഈ നിർദ്ദേശം വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെല്ലാം മറികടന്ന് പ്രതിപക്ഷ നേതാവ് പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഉപനേതാവിനെ നിശ്ചയിച്ച് സ്പീക്കർക്ക് കത്ത് കൊടുക്കേണ്ട താനാണ്, അത് കൊടുത്താൽ ഉപനേതാവ് വരും, CPM നേതാവിന്റെ പേര് കൊടുക്കുമെന്നായിരുന്നു. പ്രതിപക്ഷ ഉപനേതാവിന്റെ കാര്യം പ്രതിപക്ഷ നേതാവിന് സ്വന്തം നിലയിൽ തീരുമാനിക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ കത്ത് കൊടുക്കുമെന്ന് പറയാൻ പ്രേരിപ്പിച്ചത് എന്താണ്? പ്രേരണ ഇടതുപക്ഷ രാഷ്ട്രീയമല്ല എന്നും ജനയുഗത്തിൽ വിമർശിച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി ഏകപക്ഷീയ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് LDFനെ ശക്തിപ്പെടുത്താനാണോ എന്നും ലേഖനത്തിൽ ചോദ്യം. പ്രതിപക്ഷ നേതാവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അത്തരം സമീപനങ്ങൾ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ധാർമ്മികതയെ ദുർബലപ്പെടുത്തും. ഇത് BJP സംഘപരിവാർ സംഘടനകൾക്ക് സഹായകരമാകും. കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ രാഷ്ട്രീയ ധാർമ്മിക വിഷയങ്ങളിൽ എടുത്ത നിലപാടുകൾ കേരളം ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. മുന്നണികളിലെ പാർട്ടികളോട് എങ്ങനെ സമീപിക്കണമെന്ന് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണം. മുന്നണി യജമാനൻ ഭൃത്യൻ തമ്മിലുള്ള ബന്ധമല്ല എന്നാണ് ജോർജ് ദിമിത്രോവ് ആവർത്തിച്ചു പറഞ്ഞത്. പാർട്ടികൾ തമ്മിൽ തുല്യമായ പങ്കാളിത്തവും സഹകരണവും പുലർത്തണം. കമ്മ്യൂണിസ്റ്റുകാർ മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ പക്വത പ്രതിപക്ഷ നേതാവിന് ഉണ്ടായില്ലെന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണെന്നും സത്യൻ മൊഗേരിയുടെ ലേഖനത്തിൽ വിമർശിച്ചിരിക്കുകയാണ്. അതേസമയം ജനയുഗത്തിന്റെ ഈ വിമർശനം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അപ്പോ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം CPI മുഖപത്രം ജനയുഗം വലിയൊരു വിമർശനമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി CPI CPM ഒരു നേർപ്പോര്, അകപ്പോര് ശക്തമാവുകയാണ്. എന്താണ് സാറിന് ഉൾപ്പോര് ശക്തമാവുകയാണ്. അപ്പോ എന്താണ് സാറിന് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? ജനയുഗം തന്നെ പിണറായിയെ വിമർശിക്കുന്നു, എന്താണ് പറയാനുള്ളത്? ഇത് പണ്ട് MA ദേവി പറഞ്ഞിരുന്നു, വിപരീതകാലേ വിനാശബുദ്ധി. തലതിരിഞ്ഞു പോയതാവും അദ്ദേഹത്തിന്. ഇപ്പൊ CPM ആകെ തന്നെ തലതിരിഞ്ഞിരിക്കുന്നു. ഇപ്പൊ നടക്കുന്നത് വിനാശകാലേ വിപരീത ബുദ്ധി എന്നുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ CPIയെ പറ്റിയല്ല പറയുന്നത്. CPI ഉന്നയിച്ചത്
അവരുടെ ന്യായമായിട്ടുള്ള ഒരു അവകാശം മാത്രമാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണ്. എന്നു വെച്ചാൽ ഇത്രയും കാലം CPM-ന്റെ വലിയേട്ടൻ മനോഭാവം സഹിച്ചുകൊണ്ട്, തൊഴുത്തിൽ കുത്ത് സഹിച്ചുകൊണ്ട്, അവരോടൊപ്പം എല്ലാ കാര്യത്തിലും പിണറായി വിജയനെ പിന്തുണച്ച്, പിണറായി വിജയന്റെ മകളായ വീണയെ പിന്തുണച്ചുകൊണ്ട് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടി സമരസപ്പെട്ട് പോരുകയായിരുന്ന ഒരു പാർട്ടിയാണ് CPI. ആ CPIയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ നിന്നും തുരത്തപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലാകമാൻ. ഒരൊറ്റ സ്ഥാനവും അവർക്കില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ. ഒരൊറ്റ സ്ഥാനം പോലും അവർക്ക് കേരളത്തിൽ ഉള്ളതൊഴിച്ച വേറെ എങ്ങുമില്ല. ഗതികെട്ട ഒരു പാർട്ടിയായിട്ടൊരു വെറും പ്രാദേശിക പാർട്ടിയുടെ നിലവാരത്തിലേക്ക് താണുപോയിരിക്കുന്നു. ബീഹാറിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ വലിയ പ്രതീക്ഷയായിട്ട് വളർന്നു വന്ന ഒരു പ്രസ്ഥാനത്തിനാണ് ഈ അപജയം സംഭവിച്ചിരിക്കുന്നത്. ബീഹാറിൽ CPM-നേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ടിരുന്ന ഒരു കക്ഷി, അങ്ങനെയുള്ളൊരു കക്ഷിക്ക് സംഭവിച്ചിരിക്കുകയാണ് ഇന്ന് അപജയം എന്ന് പറയുന്നത്. വളരെയധികം തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള ഒരു തകർച്ചയാണ്. അപ്പൊ ആ തകർച്ചയുമായിട്ടാണ് CPM-നോടൊപ്പം ഇവര് കഴിഞ്ഞുകൂടി പോരുന്നത്. അവരുടെ ആദർശങ്ങളെല്ലാം പണയം വെച്ചു, അവരുടെ കോൺഗ്രസുമായിട്ടുള്ള ഐക്യം പണയം വെച്ചു, അതെല്ലാം തകർന്നു. മുഖ്യമന്ത്രി സ്ഥാനം, PKVയുടെ മുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് പത്തീണ്ട കോൺഗ്രസിൽ ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ആ പുതിയ രേഖ അംഗീകരിച്ചുകൊണ്ട് സഖാവ് PKV അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞ് ഇടതു മുന്നണിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ശ്രമവുമായിട്ട് മുന്നോട്ട് പോയി. ഇതിനിടയ്ക്ക് പല നിലകളിൽ, പല തലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യം എന്നുള്ളത് അപേക്ഷയും നിവേദനവും പരിദേവനവും ഒക്കെ ആയിട്ട് CPM-ന് മുമ്പിൽ കൊണ്ടുവന്നെങ്കിലും ഒരിക്കൽ പോലും അത് സ്വീകരിച്ചതായിട്ട് CPM പറഞ്ഞിട്ടില്ല. അതിനെ പരമപുച്ഛ മനോഭാവത്തോടു കൂടി തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്തെന്ന് വെച്ചാൽ CPM-ന്റെ നയം എന്ന് പറയുന്നത് ജനകീയ ജനാധിപത്യ വിപ്ലവവും CPI-യുടേത് ദേശീയ ജനാധിപത്യ വിപ്ലവവുമാണ്. ഇത് രണ്ടും വ്യത്യസ്തവും സമാന്തരവുമായ പാതകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തള്ളിപ്പോകുന്നത്. അങ്ങനെയെല്ലാം സഹിച്ച് തൊഴുത്തിൽ കുത്തേറ്റ് സഹിച്ചുകൊണ്ട് CPI സഖാക്കൾക്ക് CPM-ന്റെ മർദ്ദനവും ഏറ്റൊക്കെ വീണ വിജയൻ കേസ്, ലാവ്ലിൻ കേസ്, ഇങ്ങനെയുള്ള സ്വപ്നയുടെ കേസ്, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ കേസുകളിലും CPM-നോടൊപ്പം നിന്നും പലപ്പോഴും മൗനം ഭജിച്ചും ഒക്കെ പോന്ന CPI അവസാനം പാർട്ടി തോറ്റു തുന്നം പാടിയപ്പോൾ അവർക്കൊരു കച്ചിത്തിരുമ്പ് പോലെ പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം കൊടുക്കണം. കാരണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്, അദ്ദേഹം CPM-കാരനാണ്. അപ്പൊ ഘടകകക്ഷികളിലെ ഏറ്റവും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷി തീർച്ചയായിട്ടും CPI ആണ്. അവർക്ക് ഒരു സ്ഥാനം വേണം എന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പറഞ്ഞു. ഇത്ര നാണക്കെടുവെന്ന് വിചാരിച്ചില്ല. നാണക്കെട്ട് കൊടുക്കാൻ സാധ്യമല്ലെന്ന് നേരത്തെ തീരുമാനിച്ചു. CPM-ന് അത് കൊടുക്കില്ലെന്ന് പാർട്ടിക്കാർ പറഞ്ഞു. ഇതുപോലെ നാണക്കെടാനില്ല. ഒരു CPI പോലെ ഒരു കക്ഷി ഇത് ചോദിക്കുമ്പോൾ അത് ഇങ്ങനെ തള്ളിക്കളയുക. എന്നിട്ട് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പരസ്യമായിട്ട് പറയുക, ആ കത്ത് കൊടുക്കേണ്ടത് ഞാനാണ്, ആ കത്ത് ഞാൻ കൊടുക്കും, അപ്പോൾ ഉപനേതൃസ്ഥാനം തീരുമാനമാകും. അപ്പൊ വീണ്ടും പത്രക്കാർ ചോദിച്ചു ആരായിരിക്കും, അത് CPM-കാരനായിരിക്കും എന്ന് 100% വ്യക്തമാണ്. ചെകിട്ടത്തിട്ട ഒരു അടിയല്ലേ കൊടുത്തത് ബിനോയ് വിശ്വത്തിന്റെ. ദേശീയ നേതാവാണെന്നും ഇപ്പൊ ലോകമാസകലം സോഷ്യലിസവും കമ്മ്യൂണിസവും വരുമെന്നും ഒക്കെ വിചാരിച്ച് നടക്കുന്ന ആ പാവം സ്വപ്നജീവിയുടെ ചെകിട്ടത്തേറ്റ ഒരു അടി അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നതല്ല. അതേ തുടർന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തനും പാർട്ടിയിൽ അദ്ദേഹത്തിനെ സഹായിക്കുന്ന, പാർട്ടിയിൽ എപ്പോഴും ഒരാൾ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയെ സഹായിക്കാനുണ്ടാവും, ആ സഹായിക്കുന്ന ഇപ്പൊ സത്യൻ മൊകേരിയ, സത്യം ഉള്ള ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം, സംശയമൊന്നുമില്ല. അദ്ദേഹം ജനയുഗത്തിൽ ഒന്നൊന്നര ലേഖനം അങ്ങ് എഴുതി. കാരണം വലിയേട്ടൻ മനോഹരം താനാണ് എല്ലാം എന്നുള്ളൊരു ഭാവം. ഇത് CPI നേരത്തെ പറയേണ്ടതായിരുന്നു. നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇടതുമുന്നണി ഇങ്ങനെ തകർന്ന് തരിപ്പണമാവുന്ന ഒരു കപ്പലായി മാറുകയില്ലായിരുന്നു. പറയേണ്ട സമയത്താണ് പറയേണ്ടത്. ഈ പാതസാം നിജയം വാർന്ന അളവ് സേതുബന്ധനോദ്യോഗം എന്തടോ എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. ഇത് വെള്ളം മുഴുവൻ ഒഴുകി, അത് കഴിഞ്ഞ് ചിറ കെട്ടിയിട്ട് എന്താ കാര്യം, മൺചിറ കെട്ടിയിട്ട് എന്താ കാര്യം, വെള്ളം പോയി കഴിഞ്ഞു, പ്രയോജനമില്ല. അതുപോലെ ബസ്സിന് പിന്നിൽ നിന്ന് കൈ കാണിച്ചാൽ എന്താ പ്രയോജനം, അതുപോലൊരു സംഭവമായിപ്പോയി. ഇപ്പോഴിത് അവര് പറയാൻ തയ്യാറായി. ഏത്? വീണ വിജയന്റെ കാര്യത്തിൽ ബിസിനസ് വേറെ രാഷ്ട്രീയം വേറെ. വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസം, അതായത് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുന്നതിന്റെ തൊട്ട് തലേ ദിവസം
ബിനോയ് വിശ്വം പറഞ്ഞു രാഷ്ട്രീയം വേറെ, അതുപോലെ തന്നെ ബിസിനസ് വേറെ എന്ന് എടുത്തെടുത്ത് പറഞ്ഞു. ആ എടുത്തെടുത്ത് പറഞ്ഞത് ഉള്ള കലിപ്പിലാണ്, ദേഷ്യത്തിലാണ്. പരസ്യമായിട്ട് തന്നെ CPIയെ പിണറായി വിജയൻ അപമാനിച്ചത്. ഇതുപോലെ നമുക്കറിയാം, പിണറായിയും VS അച്യുതാനന്ദനും തമ്മിലുള്ള കലഹം രൂക്ഷമായ സമയത്ത് പിണറായി വിജയൻ പരസ്യമായിട്ട് തന്നെ പത്രക്കാരോട് പറഞ്ഞു തന്റെ പേരിൽ അഴിമതി ഉണ്ട് എന്നുള്ള ആരോപണം നിരന്തരമായിട്ട് ഉയർത്തിക്കൊണ്ടിരുന്ന VSനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു. ഒരു പോളിറ്റ് ബ്യൂറോ അംഗം മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗത്തെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ലായി. വാസ്തവത്തിൽ ബാലാനന്ദനും അതുപോലെ തന്നെ VSും ഒക്കെ പണ്ടേ പറഞ്ഞു ഈ പറഞ്ഞ കാര്യം ഇദ്ദേഹത്തിന് അഴിമതിയുണ്ട്, അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസത്തിൽ നിന്നുള്ള വ്യതിയാനമുണ്ട്. പാരിസ് അബൂബക്കർന്ന സെയിന്റഡ് പേഴ്സണാലിറ്റി പിണറായിയുമായി ചേർന്ന് അഴിമതി നടത്തുന്നു. ഇപ്പൊ പോയിരിക്കുന്ന ഹവാല ഇടപാടുകളെല്ലാം എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ദുബായ് വഴി പോയിരിക്കുന്നത് അമേരിക്കയിലേക്കും കാനഡയിലേക്കുമാണ്. അവിടെയാണ് പാരിസ് അബൂബക്കറിന്റെ പണത്തിന്റെ വിളനിലങ്ങൾ അവിടേക്കാണ് പോയിരിക്കുന്നതെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. അതിപ്പോ ഹവാല ഉണ്ടെന്നപ്പോ നമ്മുടെ അന്വേഷിച്ച ED തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ അഴിമതിഗ്രസ്തനായ ഒരു നേതാവാണ് CPMന്റെ സർവ സംഘചാലക്, അതായത് പിണറായി വിജയൻ. പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞ MA ബേബിയൊക്കെ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ വെറും ബേബികളാണ്, കുട്ടികളാണ്. അപ്പൊ ഇദ്ദേഹമാണ് സർവവും നിയന്ത്രിക്കുന്നത്. ആ MV ഗോവിന്ദൻ അനക്കമില്ല. ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയേണ്ട MV ഗോവിന്ദൻ നിശബ്ദനാണ്. ആ നിശബ്ദതയാണ് പാർട്ടിയെ ഈ പരുവത്തിൽ കൊണ്ടെത്തിച്ചത്. ആ നിശബ്ദതയാണ് CPIയെ ഈ പരുവത്തിൽ കൊണ്ടെത്തിച്ചത്. അത് ഇപ്പോഴെങ്കിലും അത് സ്ഥാനമാനത്തിന്റെ പേരിലാണെങ്കിലും ഇതൊരു തുറന്നു പറച്ചിലിന് തയ്യാറായത് സ്വാഗതാർഹം തന്നെയാണ്. തീർച്ചയായിട്ടും സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിത്രം എന്ന് പൂന്താനം പറഞ്ഞതുപോലൊരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ പരമദയനീയമാണ് ഈ കാഴ്ചകളൊക്കെ. ഒട്ടും സന്തോഷത്തോടു കൂടിയല്ല ഇതിനെ കാണുന്നത്. എന്തായാലും സത്യൻ മൊഹേരിയുടെ ലേഖനം തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തന്നെ കണ്ണു തുറപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇത് വൈകിപ്പോയി, വളരെ വളരെ വൈകിപ്പോയി. വൈകിയെങ്കിലും ബെറ്റർ ബി ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിന് അർഹനായിട്ടുള്ള വ്യക്തി ആരാണ് ഇപ്പോൾ നിലവില് അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ? അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു കണക്ക് അർഹത എന്ന് പറയുന്ന ഒന്നില്ല. ഇതിപ്പോ തീരുമാനിക്കേണ്ടത് വലിയേട്ടനായിട്ടുള്ള CPM തന്നെയാണ്. CPMന് ചെയ്യാവുന്ന ഒരു കാര്യം അവരുടെ മഹാമനസ്കത ഉപയോഗിച്ചുകൊണ്ട് CPI ആവശ്യപ്പെട്ടിരിക്കുക. നിസാര കക്ഷിയൊന്നുമല്ല. CPM പല സീറ്റുകളിലും ജയിക്കുന്നത് CPIയുടെ സഹായം കൊണ്ടാണ്. അത്ര ആളില്ലാ പാർട്ടിയൊന്നും അല്ല. എന്ന് മാത്രമല്ല, ഇത്രയും നാളും താങ്ങി പിടിച്ചു നിന്നില്ലേ? വീണ വിജയൻ കേസ് ഉണ്ടായപ്പോ, സ്വപ്ന സുരേഷ് കേസ് ഉണ്ടായപ്പോ, ലാവ്ലിൻ കേസ് ഉണ്ടായപ്പോ എല്ലാം താങ്ങിപ്പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സകലമാന സത്യസന്ധതയും മറന്നുകൊണ്ട്, നേർബോധവും മറന്നുകൊണ്ട് അവരോടൊപ്പം താങ്ങി നിർത്തിയല്ലേ? പിണറായി വിജയനെ പലതവണ ബിനോയ് വിശ്വൻ ഡിഫെൻഡ് ചെയ്തതല്ലേ? അത് സംഘപരിവാർ സംഘടനകളുടെ ആസൂത്രിതമായ നീക്കമാണിതെന്ന ED അന്വേഷണത്തിൽ വരെ ഉച്ചൈസ്തരം ഘോഷിച്ചതല്ലേ? അപ്പൊ അവർക്കൊരു സൗജന്യം എന്നുള്ള നിലയിൽ അത് കൊടുക്കാമായിരുന്നു. ഇത് വലിയ കാര്യമൊന്നുമില്ല. ഉപനേതാവ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? ഒരു കുന്തവും ചെയ്യാനില്ല. ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് പോലെ ഒരു കുന്തവും കാര്യവുമില്ല. പക്ഷെ പറഞ്ഞ വാക്ക് അവരെ അപമാനിക്കരുതായിരുന്നു. നിരന്തരമായിട്ട് ആ പാർട്ടിയെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് CPM. ശിവൻകുട്ടിയെ പോലെ ആൾക്കാരൊക്കെ പറഞ്ഞു. പണ്ട് ആനത്തലവട്ടം ആനന്ദൻ എന്നോട് പറഞ്ഞതാണ് CPMന്റെ തോളത്തിരിക്കുക എന്നിട്ട് ചെവി അടിക്കുകയാണ് ചെയ്യുന്നത്. അത്ര അധിക്ഷേപിക്കുക. പണ്ട് അതിനു മുമ്പോ CPMലേക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ ബാലെ തൂക്കി നടക്കുന്ന പാർട്ടിയാണ് CPI. അന്നത്തെ കാലത്താണ് CPIക്ക് ഏറ്റവും അധികം നേട്ടം ഉണ്ടായിട്ടുള്ളത്. അന്നത്തെ കാലത്താണ് CPIക്ക് സ്വന്തമായിട്ട് അച്യുതാനന്ദൻ എന്ന് പറയുന്ന കഴിവുറ്റ കാര്യപ്രാപ്തിയുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ഉണ്ടായത്. ഇതെല്ലാം നമ്മൾ ഓർക്കണം. അതെല്ലാം കളഞ്ഞിട്ടാണ് ഈ ഗതികളിലേക്ക് CPI വന്നത്. CPMനോടൊപ്പം ചേർന്നപ്പോ പണ്ട് പിണറായി വിജയൻ തന്നെ പറഞ്ഞതുപോലെ ശിവൻ പാതിയെ തൊട്ടാൽ ശിവനും പാതിയായിത്തീരുന്നത് പോലെ CPIയും ഇപ്പോൾ പാതിയായി തീർന്നു. എന്നിട്ടിപ്പോ കിടന്ന് നിലവിളിക്കുകയാണ്. നരകത്തിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു പ്രതീതിയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്.